കൂട്ടുകാരെല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ചായയുടെ കൂടെയൊക്കെ ചൂടോടെ കഴിക്കാൻ പറ്റുന്ന ഉഴുന്ന് ബോണ്ടയുടെ റെസിപ്പിയാണ്. ഉഴുന്ന് ബോണ്ട പോലെ തന്നെ നല്ല ടേസ്റ്റാണ്. വളരെ ക്രിസ്പി ആയിട്ടാണ് ഞാനിത് തയ്യാറാക്കിയിട്ടുള്ളത്. പ്രത്യേക ചേരുവകളൊക്കെ ചേർത്ത് ചമ്മന്തിയുടെ കൂടെ സോസിൻ്റെ കൂടെയൊക്കെ ഇത് നല്ല രുചിയാണ് കേട്ടോ കഴിക്കാൻ. കൂടുതലായിട്ട് ഉഴുന്നുപരിപ്പ് ചേർത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനൊക്കെ നല്ലതാണ്. എരിവും കുറച്ചാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. ആദ്യം നമുക്ക് ഇതിൻ്റെ വേണ്ട ചേരുവകൾ എന്തെല്ലാമെന്ന് നോക്കാം. കുറച്ച് കറിവേപ്പില കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചു. കുറച്ച് മല്ലിയിലയും കൂടി കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ 1-2 സവോളയും കുറച്ച് പച്ചമുളകും, പിന്നെ 2 ചെറിയ ഉരുളക്കിഴങ്ങ് കഴുകി പുഴുങ്ങിയെടുത്ത് നന്നായിട്ടൊന്ന് ഉടച്ച് വെക്കണം. നല്ലപോലെ പുഴുങ്ങിയിട്ട് കട്ടയില്ലാതെ ഉടച്ച് വെക്കണം. പിന്നെ നമുക്കതിലേക്ക് കുരുമുളക് മണി അതേപോലെ ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ വേണ്ടത് കുറച്ച് അരിപ്പൊടിയാണ്, പിന്നെ ജീരകത്തിൻ്റെ പൊടിയും കൂടി വേണം. ഇനി നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റായ ഉഴുന്നാണ് തയ്യാറാക്കിയെടുക്കേണ്ടത്. ആവശ്യത്തിനുള്ള ഉഴുന്ന് 3-4 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം. തണുത്ത വെള്ളത്തിലിട്ട് നല്ല സോഫ്റ്റായിട്ട് നമുക്കിത് കുതിർത്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഈ ഉഴുന്നൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഇത് കഴുകി അതിലെ വെള്ളം നന്നായിട്ട് വാരാനായിട്ട് വെക്കണം. എന്നിട്ടൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. കുതിർത്ത ഉഴുന്നായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. എന്നാലും മിക്സിയുടെ ജാറിലേക്കൊക്കെ ഇട്ട് അരച്ചെടുക്കുമ്പോൾ ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിൽ തണുത്ത വെള്ളം അല്പം ഒഴിച്ചു കൊടുത്ത് കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അത്ര നല്ല തണുത്ത വെള്ളത്തിൽ വേണം നമുക്കിത് അരച്ചെടുക്കാൻ. മാവ് വേവില്ല, കൂടുതൽ ചൂടും ആവില്ല. എന്നാലും നമുക്കിത് നന്നായിട്ട് കിട്ടുള്ളൂ. വളരെ ഫ്ലഫി ആയിട്ട് മാവ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ ലൂസും അല്ല എന്നാൽ മാവ് അത്ര ടൈറ്റും അല്ല, കണ്ടില്ലേ? ഇതേപോലെ വേണം കേട്ടോ. ഇനി നമുക്ക് പത്തിരിക്കോ ഇടിയപ്പത്തിനോ ഒക്കെ ഉപയോഗിക്കുന്ന നൈസായിട്ടുള്ള പൊടിയില്ലേ, അരിപ്പൊടി, അത് 2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. കൂടുതൽ വേണ്ട. പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച കുരുമുളക് മണി ചതയ്ക്കൊന്നും ചെയ്യരുത് കേട്ടോ. 10-12 അവരൊരിഷ്ടം പോലെ ഇത് ചേർത്ത് കൊടുക്കാം. കൂടുതൽ കടിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ അത്രയും ചേർത്ത് കൊടുക്കണം. പിന്നെ സവോള നൈസായിട്ട് കട്ട് ചെയ്തതാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് പച്ചമുളകും നൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് മല്ലിയില നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നു, അതും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തു. കറിവേപ്പിലയും കൂടി ചേർത്തു. ഇലകളൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. കുട്ടികൾക്ക് കൊടുക്കേണ്ടത് കൊണ്ട് കൂടുതൽ എരിവിടേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ അവരവരിഷ്ടം പോലെ ചേർക്കാം. പിന്നെ ജീരകപ്പൊടിയാണ് ചേർക്കുന്നത്. ജീരകം വറുത്ത് പൊടിച്ചോ പച്ചയ്ക്കോ നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരല്പം ചേർത്ത് കൊടുത്താൽ മതി. പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. സവോള ചേർത്തിട്ട് കുറേ സമയം വെക്കേണ്ട. വെള്ളം അങ്ങനെ ഇറങ്ങിയിട്ട് മാവ് ലൂസായിട്ട് വരും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കാം. ഇനി നമ്മൾ പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും കൂടി ഇല്ലേ, അതും കൂടി ചേർത്ത് വയ്ക്കണം. പൊട്ടറ്റോ ഉടച്ച് വെച്ചതും കൂടി ചേർത്താൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. നല്ല പോലെ ഉടയ്ക്കണം കേട്ടോ. പാകത്തിന് ചേർത്താൽ മതി, കൂടുതൽ വേണ്ട. 1-2 സ്പൂണാണ് ഞാനിതിലേക്ക് ചേർത്തിട്ടുള്ളത്. 1 ഗ്ലാസ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ കൈ വെച്ചിട്ട് നമുക്കിതൊന്ന് എല്ലാം കൂടി ചേർത്തൊന്ന് മിക്സാക്കാം. കണ്ടില്ലേ? ഇതേപോലെ മാവ് ലൂസും അല്ല എന്നാൽ ടൈറ്റും അല്ല. ഇനി ഉടനെ തന്നെ നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഫുള്ളായിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഇതിലേക്ക് കോരി ഒഴിക്കുമ്പം ഫുള്ളായിട്ട് മുങ്ങി കിട്ടണം കേട്ടോ. അപ്പോഴാണ് ഇത് വീർത്ത് വരിക. എനിക്ക് അല്പം ഓയിൽ കുറഞ്ഞു പോയി, ഇത്തിരി പരന്നു വന്നു കേട്ടോ. നല്ല വീർത്ത് വരും, നല്ല ക്രിസ്പി ആയിട്ട് വരും, പെട്ടെന്ന് വേവും. സിമ്മിലിട്ടിട്ട് വേണം, ഹൈ ഫ്ലെയിമിലിട്ടിട്ട് എണ്ണ ചൂടാക്കിയതിന് ശേഷം സിമ്മിലിട്ടിട്ട് ചേർത്താൽ മതി. അല്ലെങ്കിൽ പെട്ടെന്ന് മാവ് കരിഞ്ഞു പോവും. ഒരു ഇളം ബ്രൗൺ കളറായി വരുമ്പോൾ 2 ഭാഗവും ഒന്ന് മറിച്ചിട്ട് ക്രിസ്പി ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിത് വറുത്ത് കോരിയെടുക്കാം. ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പറാണ്. ഒരു ചമ്മന്തി, മുളക് ചമ്മന്തിയോ തേങ്ങാ ചട്ടണിയോ അല്ലെങ്കിൽ സോസോ എന്ത് വേണമെങ്കിലും ചേർത്ത് കഴിക്കാം. ചൂടോടെ കഴിക്കുമ്പോൾ നല്ലൊരു രുചിയാണ്. എല്ലാവരുടെ അഭിപ്രായം പറയണേ. വീണ്ടും നമുക്ക് മറ്റൊരു